ബ്രേക്കൗട്ട് ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂ പരിഗണിക്കാവുന്ന രണ്ട് സ്റ്റോക്കുകളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് സി ഡി എസ് എൽ കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 6.4% വർദ്ധിച്ച് 2002 ക്ലോസിംഗ് നൽകി. 21,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 59.30, ഡിവിഡൻഡ് യിൽഡ് 0.80%. ഒരു മാസം കൊണ്ട് സ്റ്റോക്ക് 17%, 6 മാസം കൊണ്ട് 46%, 2024 മാത്രം 10%, കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് 100% റിട്ടേണും CDSL നൽകി. CDSL വരും സമയങ്ങളിലും മാർക്കറ്റ് ഷെയർ ഗെയിൻ ചെയ്യും എന്നുള്ള മോത്തിലാൽ ഓസ്വാളിൻ്റെ റിപ്പോർട്ടാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന ഒരു പോസിറ്റീവ് ഫാക്റ്റ്. ഓരോ വർഷം കഴിയുന്തോറും ഡിമാറ്റ് അക്കൗണ്ടുകളുടെ എണ്ണത്തിൽ വർധനവുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ 151 മില്യൺ ഡിമാറ്റ് അക്കൗണ്ടുകളാണ് ഇന്ത്യയിൽ ഓപ്പൺ ആയിരിക്കുന്നത്. മാർച്ച് മാസത്തിൽ മാത്രം 3.1 മില്യൺ ഡിമാറ്റ് അക്കൗണ്ടുകൾ ഓപ്പണായി. ഡിമാറ്റ് അക്കൗണ്ടുകൾ ഓപ്പൺ ആകുന്നതനുസരിച്ച് തന്നെ NSEയിലെ ആക്റ്റീവ് ക്ലയൻറ്റുകളുടെ എണ്ണത്തിലും വർധനവുണ്ടായി. ഫെബ്രുവരി മാസത്തിൽ നിന്നും മാർച്ച് മാസമായപ്പോൾ ആക്റ്റീവ് ക്ലയൻറ്റുകളുടെ എണ്ണം 1.8% വർദ്ധിച്ചു. ബ്രോക്കേഴ്സിൻ്റെ അതായത് ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സിൻ്റെ കണക്കനുസരിച്ച് കഴിഞ്ഞ വർഷത്തിൽ നിന്നും ആക്റ്റീവ് ക്ലയൻറ്റുകളുടെ എണ്ണം 59.9% നിന്നും 63.8% ഉയരുകയും ചെയ്തു. 40.8 മില്യൺ ആക്റ്റീവ് ക്ലയൻറ്റുകളാണ് NSEയിലുള്ളത്. ആക്റ്റീവ് ക്ലയൻറ്റുകളുടെ എണ്ണം വർദ്ധിക്കുന്നതനുസരിച്ച് CDSL പോലുള്ള ഡെപ്പോസിറ്ററികളുടെ റവന്യൂ വർദ്ധിക്കുകയും സ്റ്റോക്കുകൾ ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെക്കുകയും ചെയ്യും. ഇവിടെ ഡെപ്പോസിറ്ററിക്ക് മാത്രമല്ല ബെനിഫിറ്റ് ഉണ്ടാകുന്നത്, ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സിനും ബെനിഫിറ്റ് ഉണ്ടാകും. ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സിൻ്റെ ക്ലയൻറ്റ് കൗണ്ടും ഉയരുകയാണ്. സീറോദയുടെ ക്ലയൻറ്റ് കൗണ്ട് 0.9% വർദ്ധിച്ച് 7.3 മില്യനായി മാറി. അതേസമയം സീറോദയുടെ മാർക്കറ്റ് ഷെയർ 20 ബേസിസ് പോയിൻ്റ് ഇടിഞ്ഞ് 17.9% എത്തി. അപ്സ്റ്റോക്കിൻ്റെ ക്ലയൻറ്റ് കൗണ്ട് 0.6% വർദ്ധിച്ച് 2.5 മില്യനായി മാറി. എന്നാൽ മാർക്കറ്റ് ഷെയർ 10 ബേസിസ് പോയിൻ്റ് ഇടിഞ്ഞ് 6.2% എത്തി. ഏറ്റവും മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്നത് ഗ്രോയാണ്. ഗ്രോ കഴിഞ്ഞ മാസവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ക്ലയൻറ്റ് കൗണ്ട് 3.8% വർദ്ധിച്ച് 9.5 മില്യനായി മാറുകയും മാർക്കറ്റ് ഷെയർ 50 ബേസിസ് പോയിൻ്റ് ഉയർന്ന് 23.4% എത്തുകയും ചെയ്തിട്ടുണ്ട്. ട്രഡീഷണൽ ബ്രോക്കേഴ്സുകൾ അത്ര ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നില്ല. ICICI സെക്യൂരിറ്റീസിൻ്റെ ക്ലയൻറ്റ് കൗണ്ട് 1.3% ഡ്രോപ്പായി. IIFL സെക്യൂരിറ്റീസിൻ്റെ ക്ലയൻറ്റ് കൗണ്ട് 0.3% ഇടിയുകയും ചെയ്തു. അതേസമയം ആവറേജ് ഡെയിലി ടേൺ ഓവർ മാർച്ച് മാസത്തേത് 5% ഇടിഞ്ഞ് 461 ലക്ഷം കോടിയായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എഫ് ആൻഡോ ആവറേജ് ഡെയിലി ടേൺ ഓവർ 5% ഇടിയുകയും ക്യാഷ് ആവറേജ് ഡെയിലി ടേൺ ഓവർ 16% ഇടിയുകയും ചെയ്തു. ഇവിടെ കോമോഡിറ്റി ട്രേഡിംഗ് പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്യുന്ന MCXലെ ട്രേഡിംഗ് വോളിയത്തിലും വർധന ഉണ്ടായിട്ടുണ്ട്. MCXൻ്റെ ആവറേജ് ഡെയിലി ടേൺ ഓവർ കഴിഞ്ഞ മാസത്തേക്കാൾ ഇരട്ടിയാവുകയും ചെയ്തു. CDSL എന്ന സ്റ്റോക്കിൽ നമ്മൾക്കൊരു റെക്റ്റാങ്കുലർ അല്ലെങ്കിൽ ബോക്സ് രീതിയിലുള്ള ബ്രേക്കൗട്ട് കാണാൻ സാധിക്കും. 1950-നും 1750-നും ഇടയിൽ സ്റ്റോക്ക് കൺസോളിഡേറ്റ് ചെയ്യുകയായിരുന്നു. അവിടെ നിന്നും 1950-നടുത്ത് ബ്രേക്കൗട്ട് വന്ന് സ്റ്റോക്ക് ഇപ്പോൾ 2000-നടുത്ത് ട്രേഡ് ചെയ്യുന്നു. ഇനി 1950, 1900 തുടങ്ങിയ ലെവലുകളെ സ്റ്റോക്ക് റീടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ നമ്മൾക്ക് റീടെസ്റ്റ് പോയിന്റ് ഓഫ് വ്യൂ സ്റ്റോക്കിൽ പൊസിഷൻ എടുക്കാം. അതല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ സ്റ്റോക്കിൽ ഫർദർ അപ്സൈഡ് മൊമെൻറ്റം പ്രതീക്ഷിക്കാവുന്നതാണ്. രണ്ടാമത്തേത് KEI ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 5% ഉയർന്ന് 3989-നടുത്ത് ക്ലോസിംഗ് നൽകി. 36,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 66.27, ഡിവിഡൻഡ് യിൽഡ് 0.1%. മെറ്റൽസിൻ്റെ വില വർദ്ധിക്കുന്നതുകൊണ്ട് പവർ കേബിൾ, ഇലക്ട്രിക്കൽ വയർ എന്നിവ മാനുഫാക്ചർ ചെയ്യുന്ന KEI ഇൻഡസ്ട്രീസ് ഉടൻ തന്നെ ഇൻപുട്ട് കോസ്റ്റ് കൺസ്യൂമേഴ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും എന്നുള്ളതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന ഒരു പ്രധാന അപ്ഡേറ്റ്. കമ്പനിയുടെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമാണ് ഇത് പറഞ്ഞത്. ഇവിടെ മെറ്റൽസിൻ്റെയും ഇവിടെ പവർ കേബിളിൻ്റെയും ഇലക്ട്രിക് വയറിൻ്റെയും ഒരു പ്രധാന റോ മെറ്റീരിയലായ മെറ്റലിൻ്റെ വില തുടർച്ചയായി വർദ്ധിക്കുകയാണ്. മെറ്റലിൻ്റെ വില വർദ്ധിക്കുന്നത് കമ്പനിയുടെ പ്രോഫിറ്റ് മാർജിനെ ബാധിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് കമ്പനി അതിൻ്റെ പ്രൊഡക്റ്റുകളുടെ വില വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചത്. മെറ്റലിൻ്റെ വില വർദ്ധിച്ചതുകൊണ്ട് കൊമോഡിറ്റികളുടെ അതായത് ഈ കമ്പനി അതിൻ്റെ പ്രൊഡക്റ്റുകളിൽ 15 മുതൽ 20% വില വർധനവ് നടപ്പിലാക്കിയേക്കും. ഇത് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. അതോടൊപ്പം തന്നെ കമ്പനി അതിൻ്റെ കപ്പാസിറ്റി എക്സ്പാൻഷൻ പ്ലാനുമായി മുന്നോട്ട് പോകുന്നുണ്ട്. ഏപ്രിൽ ആദ്യ ആഴ്ച ഈ കമ്പനിയുടെ സിൽവാസ എന്ന മാനുഫാക്ചറിംഗ് ഫെസിലിറ്റി അതിൻ്റെ കൊമേഴ്സ്യൽ പ്രൊഡക്ഷൻ ആരംഭിച്ചു കഴിഞ്ഞു. ജൂൺ ആദ്യ ആഴ്ചയോടുകൂടി പാത്തേർഡി എന്ന കമ്പനിയുടെ മാനുഫാക്ചറിംഗ് പ്ലാന്റിൻ്റെ പ്രവർത്തനം കൂടി ആരംഭിക്കും. ഇതെല്ലാം സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്.
ഇതിൻ്റെ പശ്ചാത്തലത്തിൽ കമ്പനിയുടെ റവന്യൂ 16% വർദ്ധിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. കമ്പനിക്ക് കേബിൾ ആൻഡ് വയർ സെഗ്മെൻറ്റിൽ സ്ട്രോങ് പ്രസൻസ് ആണുള്ളത്. അതുപോലെ തന്നെ EPC സെഗ്മെൻറ്റിൽ എഞ്ചിനീയറിംഗ്, പ്രൊക്യൂർമെൻറ്റ് ആൻഡ് കൺസ്ട്രക്ഷൻ സെഗ്മെൻറ്റിലും കമ്പനി അതിൻ്റെ മാർക്കറ്റ് ഷെയർ ഉയർത്തി വരുന്നുണ്ട്. ഓർഡർ ബുക്ക് പരിശോധിച്ചാൽ EPC സെഗ്മെൻറ്റിൽ നിന്നും 934 കോടി രൂപയുടെ ഓർഡറും EHV സെഗ്മെൻറ്റിൽ നിന്നും 594 കോടി രൂപയുടെയും ലോ ടെൻഷൻ ആൻഡ് ഹൈ ടെൻഷൻ കേബിൾ സെഗ്മെൻറ്റിൽ നിന്നും 1823 കോടിയുടെയും എക്സ്പോർട്ടിൽ നിന്നും 475 കോടി രൂപയുടെയും ഓർഡറാണ് കമ്പനിക്ക് ലഭിച്ചിട്ടുള്ളത്. മികച്ച ഓർഡറുകളുടെ പശ്ചാത്തലത്തിൽ സ്റ്റോക്ക് വരും ദിവസങ്ങളിലും ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചേക്കും. 3550 സ്റ്റോക്കിൽ ബ്രേക്കൗട്ട് വരികയും സ്റ്റോക്ക് 3992 എത്തുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ 3750, 3500 തുടങ്ങിയ ലെവലുകളാണ് സ്റ്റോക്കിൻ്റെ പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്